ബ്രസീലിൽ ഓഫീസ് പ്രവർത്തനം അവസാനിപ്പിച്ച് ഇലോൺ മസ്കിന്റെ എക്സ്. സെൻസർഷിപ്പ് നിയമങ്ങൾ പാലിക്കണമെന്ന് രാജ്യത്തെ സുപ്രീം കോടതി ജഡ്ജി അലക്സാണ്ടർ ഡി മൊറോസ് കർശന താക്കീത് നൽകിയതിന് പിന്നാലെയാണ് നീക്കം. സുപ്രീം കോടതി ജഡ്ജി കമ്പനിയെ ഭീഷണിപ്പെടുത്തുകയാണെന്നും അതിനാൽ ബ്രസീലിലെ എക്സിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണെന്നും കമ്പനി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഓഫീസ് പ്രവർത്തനം അവസാനിപ്പിച്ചുവെങ്കിലും ബ്രസീലിലെ ഉപയോക്താക്കൾക്ക് തുടർന്നും തങ്ങളുടെ സേവനം ലഭ്യമാകുമെന്ന് എക്സ് വ്യക്തമാക്കുന്നു. സെൻസർഷിപ്പ് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ബ്രസീലിൽ എക്സിന്റെ കമ്പനി പ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുമെന്ന് മൊറോസ് ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കിയത് രഹസ്യമായാണ്. ഈ ഉത്തരവ് പരസ്യമായി പുറത്തു വിട്ടില്ലെന്നും ഇത് നിയമലംഘനമാണെന്നും കമ്പനി അവകാശപ്പെടുന്നു. ബ്രസീലിലെ എല്ലാ പ്രവർത്തനങ്ങളും അടിയന്തരമായി നിർത്തലാക്കുന്നുവെന്ന് ശനിയാഴ്ച എക്സ് അറിയിച്ചിരുന്നു. പ്ലാറ്റ്ഫോമിലെ ചില ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ ബ്രസീലിയൻ സുപ്രീം കോടതി ജഡ്ജി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. തീവ്ര വലതുപക്ഷ നേതാവും ബ്രസീൽ മുൻ പ്രസിഡന്റുമായ ജെയർ ബോൾസോനാരോയുടെ ഭരണകാലത്ത് വ്യാജ വാർത്തകളും വിദ്വേഷ സന്ദേശങ്ങളും പ്രചരിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്ന എക്സിലെ ചില അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യണമെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. ഡിജിറ്റൽ മിലീഷ്യകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവരെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്നാൽ എക്സിന്റെ ഉടമയും സ്പേസ് എക്സ് മേധാവിയുമായ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് കോടതിയുടെ ഉത്തരവ് പിന്നാലെ അക്കൗണ്ടുകൾ സജീവമാക്കുമെന്ന നിലപാട് സ്വീകരിച്ചത്. ഇതോടെ മസ്കിനെതിരെ അന്വേഷണം ആരംഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എക്സിനെ സംബന്ധിച്ച് ജഡ്ജി മൊറോസിന്റെ തീരുമാനങ്ങളെ ഭരണഘടനാ വിരുദ്ധം എന്ന് മസ്ക് വിശേഷിപ്പിച്ചെങ്കിലും ബ്രസീലിലെ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാണെന്ന് എക്സ് അധികൃതർ പിന്നീട് കോടതി അറിയിച്ചിരുന്നു. ബ്ലോക്ക് ചെയ്യപ്പെട്ട ഉപയോക്താക്കൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സജീവമായി തുടരുന്നതിന് പിന്നിൽ സാങ്കേതിക പിഴവുകളാണെന്ന് എക്സ് കോടതി ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശനിയാഴ്ച പ്രഖ്യാപനത്തിന് പിന്നാലെ ജഡ്ജി മൊറോസിനെതിരെ രൂക്ഷ വിമർശനമാണ് മസ്ക് നടത്തിയത്. മൊറോസ് നീതിക്ക് തീർത്തും അപമാനമാണെന്നായിരുന്നു മസ്കിന്റെ വിമർശനം. കൂടാതെ രഹസ്യ സെൻസർഷിപ്പ്, സ്വകാര്യ വിവരങ്ങൾ കൈമാറൽ എന്നിങ്ങനെയുള്ള കോടതിയുടെ ഉത്തരവുകൾ അംഗീകരിക്കാൻ കമ്പനിക്ക് കഴിയില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. അതേസമയം നിർദ്ദിഷ്ട മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ രാജ്യത്തെ കമ്പനി പ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുമെന്ന് ജഡ്ജി അലക്സാന്ദ്ര ഡി മൊറോസ് രഹസ്യമായി ഭീഷണിപ്പെടുത്തിയതായി എക്സ് ആരോപിക്കുന്നു. അതിനാൽ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് ബ്രസീലിലെ ഞങ്ങളുടെ പ്രവർത്തനം അടിയന്തരമായി നിർത്താൻ തീരുമാനിച്ചു എന്നാണ് എക്സ് അറിയിക്കുന്നത്. മൊറോസ് ഒപ്പിട്ടതായി ആരോപിക്കപ്പെടുന്ന ഒരു രേഖയുടെ ചിത്രങ്ങളും എക്സ് പങ്കുവച്ചിരുന്നു. ഉത്തരവുകൾ പൂർണ്ണമായി പാലിച്ചില്ലെങ്കിൽ എക്സ് പ്രതിനിധി റേച്ചൽ നോവ കോൺസക്കാവോയ്ക്കെതിരെ അറസ്റ്റും വാറന്റും പ്രതിദിനം $3653 പിഴയും ചുമത്തുമെന്നാണ് രേഖയിൽ പറയുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ സംസാരിക്കില്ലെന്ന് എക്സ് പങ്കിട്ട രേഖയുടെ ആധികാരികത സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യില്ലെന്നും മൊറോസ് പറഞ്ഞു. അതേസമയം ജീവനക്കാരെ അന്യായമായി പിരിച്ചുവിട്ടുന്ന കേസിൽ എക്സ് 5 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവുണ്ടായിരുന്നു. ഗാരി റൂണി എന്ന മുൻ ജീവനക്കാരന് 5,50,000 നൽകണമെന്ന് അയർലൻഡിലെ വർക്ക് സ്പേസ് റിലേഷൻസ് കമ്മീഷനാണ് ഉത്തരവിട്ടത്. റൂണി 2013 സെപ്റ്റംബർ മുതൽ ട്വിറ്ററിന്റെ അയർലൻഡ് യൂണിറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 2022 ഡിസംബറിലാണ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടത്. ട്വിറ്റർ ഏറ്റെടുത്തതിൽ തൊട്ടു പിന്നാലെ 2022 നവംബറിൽ എലോൺ മസ്ക് ജീവനക്കാർക്ക് മെയിൽ അയച്ചിരുന്നു. ജീവനക്കാർ കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യണമെന്നും അല്ലെങ്കിൽ 3 മാസത്തെ നഷ്ടപരിഹാര തുക വാങ്ങി പിരിഞ്ഞു പോകണമെന്നുമായിരുന്നു മസ്കിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.